അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിലെ ഒരു കൊച്ചു ചില്ലുകൂട്ടിൽ അവളെക്കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഹായ് സഞ്ജു, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സഞ്ജു കാർത്തികേയൻ. സഞ്ജു ഫ്രം സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജു കാർത്തികേയൻ. ശരിക്കുള്ള സ്ഥലം? എന്റെ സ്ഥലം ചാലക്കുടി വരുന്നത്. ചാലക്കുടി. ഓക്കെ. സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഫേസ് കട്ട് ആണ് അല്ലെ, ലാലേട്ടന്റെ ഫേസ് കട്ട്. എങ്ങനെ ഇത് കറക്റ്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ. പഴയ ലാലേട്ടൻ മുഖം, വിന്റേജ് ലാലേട്ടൻ. പക്ഷെ അതിനുള്ള ഉത്തരം ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിട്ട് നമ്മുടെ സഞ്ജു തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാന്ന് കാണണ്ടേ? അയ്യോ, കറക്റ്റ്. അത് കറക്റ്റ് ലാലേട്ടന്റെ ഒരു പ്രൊഫൈൽ. ആരാ അത്? സഞ്ജു അച്ഛൻ. ഉറക്കെ കേക്കട്ടെ. സഞ്ജുവിന്റെ അച്ഛനാണ്. കാർത്തികേയൻ എന്നാണ് പേര്. കാർത്തികേയൻ മുരിങ്ങൂർ. കാർത്തികേയൻ മുരുകൻ. ഓ, ആർട്ടിസ്റ്റ് ആണ്, ചിത്രകാരനാണ്. നൈസ് നൈസ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പണ്ട് അഭിനയിക്കുമല്ലോ ചെയ്യുമായിരുന്നു, അതോ ജസ്റ്റ് ഹി വാസ് ആൻ ആർട്ടിസ്റ്റ് ഉള്ളി? അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്, ആക്ച്വലി പെയിന്റിംഗ് ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കുറെ സിനിമയിലേക്ക് അവസരം വന്നിരുന്നു. പണ്ടൊരു സാർക്കി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു, പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് റിലീസായില്ല. ഇപ്പൊ ചിത്രകാരനായിട്ടാണ് ആള് കണ്ടിന്യൂസ് ലൈഫ് ലീഡ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വീഡിയോ, അതായത് അച്ഛൻ ഇങ്ങനെ ഒരു ചായ കറക്റ്റ് ഉണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതോ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാ അത് സഞ്ജുവിലേക്ക് എങ്ങനെയാണ് അത് എത്തിയത്, ഇങ്ങനെ വീഡിയോ എടുക്കണം ഇടണം എന്നുള്ളൊരു സംഭവം? ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഞാൻ അച്ഛനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് നമുക്ക് ചിത്രീകരിച്ച് കൂടാ ഞാൻ ചിന്തിച്ച് എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഞാനിപ്പോൾ നമ്മളെല്ലാവരും കണ്ട വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ അച്ഛനോടുള്ള താല്പര്യം കൊണ്ടും അത് സോഷ്യൽ മീഡിയ കണ്ടാൽ അത് നല്ല രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. അച്ഛൻ തന്നെ പഴയ ഫോട്ടോ ഇല്ലേ, കല്യാണ ഫോട്ടോയിലെ കറക്റ്റ് ഇതുണ്ട്. ഞാൻ അതിന് മുമ്പേ അറിയാം, ഞാൻ മുമ്പേ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാത്തിനും അങ്കിളും റെഡിയാണ് ചെയ്യാൻ വേണ്ടി? അങ്കിള് മീൻസ് എന്റെ അച്ഛൻ നല്ലൊരു മൈൻഡായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാൽ ആള് കേൾക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ, നമുക്ക് എന്തുകൊണ്ടും അത് വർക്ക്ഔട്ട് ചെയ്തുകൂടാ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്റെ ഇൻസ്ട്രുമെന്റ്. സഞ്ജു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഇൻഫ്ലുവൻസിങ് ആണ്. പിന്നെ ഞാനിവിടെ എറണാകുളത്ത് ഒരു കോഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പം കോളേജിലൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ ഫേസ് കട്ട് കാരണം? ഫേസ് കട്ട് കാരണമായിരുന്നില്ല, ഞാൻ ചിത്രകാരനാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്ന രീതിക്കാണ് ഞാൻ കോളേജിൽ ഫേമസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്കിളിനെ കാണാനാണ്? അതെ, അങ്കിളിനെ കാണുമായിരുന്നു. ഞങ്ങൾക്ക് അങ്കിളിനെ കാണുമായിരുന്നു. അച്ഛൻ ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് അച്ഛൻ മരണപ്പെട്ടു. 1.5 വർഷം മുന്നേ. എന്ത് പറ്റി? ആൾക്ക് അറ്റാക്ക് ആയിരുന്നു. അയ്യോ, അപ്പൊ നമ്മളിപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന വീഡിയോസ് അത് ഞാൻ തന്നെ ചെയ്യുന്നത് ഇപ്പോഴും. കാരണം നമ്മളെങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ആളില്ലെങ്കിലും അതുപോലെ തന്നെ ലൈഫ് മുന്നോട്ട് പോകാൻ. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാണോ? കൊറേ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പല രീതിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ഞാൻ തന്നെ ചെയ്യുന്നത്. എനിക്കൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു ന്യൂസ് അറിയേണ്ടായിരുന്നു നമ്മള്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. അതെ, അങ്കിളിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീഡിയോസിൽ കൂടെ. എനിക്ക് തോന്നില്ല ആർക്കും സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയില്ല. ഇതിപ്പോ പേഴ്സണൽ ലൈഫിലും ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അറിയുന്നത്. ഓക്കെ. അപ്പൊ സഞ്ജു ഈ വീഡിയോസ് ഇപ്പം അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അച്ഛൻ പോയതിനു ശേഷമാണോ അതോ അതിന് മുന്നേ ആയിരുന്നു? അച്ഛൻ മുന്നായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഞാൻ ആ സമയത്ത് ചെയ്യുമായിരുന്നു. അത് ആ വീഡിയോസ് ആ പീക്ക് ലെവലിൽ എത്തിയ സമയത്താണ് അച്ഛൻ മരണപ്പെട്ടത്. അതിനുശേഷം അച്ഛന്റെയും സഞ്ജുനോട് വീഡിയോ ക്ലബ് ചെയ്ത് പിന്നെയാണ് ഞാൻ പ്രധാനമായിട്ട് വേറൊരു അക്കൗണ്ട് തുടങ്ങി ഞാൻ എന്റെ വീഡിയോസ് ഇട്ട് ആ വീഡിയോസ് വൈറലായി. പിന്നെ അച്ഛന്റെയും എന്നെ കൊളാബ് ചെയ്ത് ഞാൻ വീഡിയോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് കയറാറുണ്ട്. ലാലേട്ടനെ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ലാലേട്ടനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടുമില്ല. കാണാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന്. അച്ഛനും ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല.
അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പണ്ടൊരു പ്രാങ്ക് പോലെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും ഒരു പാറപ്പുറത്ത് മുകളിലിരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെ നടക്കുന്നത്. അപ്പൊ ദൂരെ നിന്ന് ഒരു ജീപ്പ് വരുമ്പോൾ അച്ഛന്റെ ഫ്രണ്ട് അച്ഛനോട് പറഞ്ഞു, നീ ഒന്ന് ജസ്റ്റ് മോഹൻലാലിനെ പോലെ ഒന്ന് ജസ്റ്റ് ഇരിക്കി. അപ്പൊ ആ വണ്ടിക്കാരൊന്നും പ്രാങ്ക് ആയില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ആ വളവിൽ വണ്ടി നോക്കുമ്പോൾ വണ്ടിയുള്ള ആള് നോക്കിയപ്പോ മുകളില് മോഹൻലാലിനെ പോലത്തെ ഒരാളിരിക്കണേ. പക്ഷെ ആ വണ്ടിയിൽ ആക്ച്വലി ഉണ്ടായിരുന്നത് മോഹൻലാലായിരുന്നു. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലാലേട്ടനുണ്ടായിരുന്നു, ആ വണ്ടിയില് ലാലേട്ടനായിരുന്നു. നോക്കുമ്പോ അച്ഛനെയാണ് അച്ഛനെ കാണുന്നത്. രണ്ടാപരമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അവസ്ഥ. അച്ഛന്റെ പഴയ ലുക്ക് ഇപ്പം അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതൊന്ന് കാണാം. ആ പഴയ ലുക്ക് അച്ഛന്റെ. ഓക്കെ, ലാലേട്ടന്റെ കല്യാണത്തിന്റെ ഫോട്ടോ പോലെ ഉണ്ട്. ഇതൊക്കെ ലൈക്ക് ചെയ്ത് എത്ര മില്യൺ അല്ലെ വ്യൂസ് ഒക്കെ പോയൊരു സമയം. ഇതൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ ആൾക്കാരുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എനിക്ക് സഞ്ജുവിനെ അച്ഛനെയും തമ്മിൽ മനസ്സിലാവില്ല കേട്ടോ, ഇൻസ്റ്റയിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം അങ്കിളുടെ പഴയ അതേ ലുക്ക് പോലെ തന്നെയുണ്ട് സഞ്ജു ഇപ്പോഴും. ഇവിടെ തീരുന്നില്ല സർപ്രൈസ്. നമ്മൾ എന്നു പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെർഫോമൻസും കൂടെ, അതായത് ഇപ്പൊ നമ്മൾ ലുക്ക് കണ്ടു, ഇനി ലാലേട്ടന്റെ ശബ്ദം കൂടെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? റെഡിയാണോ? അതോർത്തോ, ഇതാ വരുന്നു. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികളുടെ ജീവിതം. വെള്ളാരക്കല്ലുകൾ ഒരുങ്ങുന്ന വേനൽ പകലിൽ ഗോളിയാണെത്തിച്ചു. ഗോളിയാ, നീ ആ ടാൻഷന്റെ ഗോളിയാ, കൊരാനകളുടെ ഗോളിയാ. ഗതകാല സ്മൃതികളിൽ കൊട്ടാരങ്ങളിൽ ദ്രുപദന്റെ പറയാവുന്ന പവിത്ര കേൾക്കാം ചെവിയോർത്താൽ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി നേരെ ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യമറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊര്യത്തിൻ്റെ ഒട്ടക്കീശയിലെന്തുണ്ട്. ഒടുവിൽ സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചെന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിലൊരു കീർത്തനം പാടി മുഴുവയ്ക്ക് മുമ്പ് വിറയാർന്ന കൈകൾ കൊണ്ടെന്നെ ചേർത്ത് പിടിച്ചു. പിന്നീട് സിരകളിൽ ഭാഗവും സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ച മണ്ണ് വാരിയിട്ടുകൊണ്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. ശബ്രോ കി സിന്ദഗി ജോ കഭി ഖതം നഹി ഹോ ജാത്തി. എയറിലാണോ വയറിലാണോ? ഓക്കെ, താങ്ക് യു എലീന. എന്തോ അല്ല, ഞാൻ സത്യം ഈ ചേട്ടൻ്റെ കാർത്തികൻ ചേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു. അതുമാത്രമല്ല, ഇപ്പൊ സഞ്ജുവിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് കൊതി തോന്നുന്നു. കാരണം നിങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെ ഇത്രയും മനോഹരമായിട്ട് ലാലേട്ടനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതും പഴയ വിന്റേജ് കാലഘട്ടത്തിലെ ചിത്രം, അല്ലെങ്കിൽ ആ വന്ദനം, ആ ഒരു സമയത്തെ ഒരു ഫിഗർ കാണുമ്പോൾ സത്യം പറഞ്ഞ് നമുക്ക് കൊതിയാണ് അല്ലേ? ഈ ലാലേട്ടന്റെ രൂപസാദൃശ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ അത് അച്ഛൻ ആവോളം കിട്ടി. ആ അച്ഛൻ എന്ന മകനിലൂടെ ജീവിക്കുന്നു അല്ലേ? ഭയങ്കര സന്തോഷം. എന്തായാലും ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് അതിനൊപ്പം കൂടാനും ലാലേട്ടന് ഒരു വലിയ പിറന്നാൾ ആശംസകൾ ഈ എളിയ കലാകാരന്റെ. നമ്മൾ കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഈ ജന്മദിന ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ചേച്ചി, ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ. കാരണം ലാലേട്ടന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്തു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു. വീണ്ടും കാണും. കാണണം. സഞ്ജു നമ്മളും കണ്ടിരിക്കും.